ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 1/4 കിലോയോളം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് 1 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴുകി കുക്കറിലിട്ട് വേവിക്കുക. ഇവിടെ ഞാൻ 3/4 കിലോയോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഈ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പായസരി, ഉണക്കലരി എന്നൊക്കെ പറയുന്ന ഒരു അരിയാണ്. അപ്പോൾ ഈ അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. സാധാ ചോറ് വേവിക്കുന്നത് പോലെ വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഞാൻ ചെറുപയറൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമുക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയും കൂടി ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാൻ നിൽക്കാണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ അരിയിലേക്കും ചെറുപയറിലേക്കും നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചത് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുവേ. അപ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഞാൻ ഒരുമിച്ച് അരിച്ചെടുത്ത് വെച്ചതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പിടി കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സോളം തേങ്ങ ഒന്ന് അരിഞ്ഞു വെച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മുന്തിരിയാണ് ഇടുന്നത്. അത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ പായസം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 7 ഏലക്ക ചതച്ചിടുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പായസം ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങളിത് പിരിഞ്ഞതുപോലെ വരുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് തിളയ്ക്കുന്ന സമയത്ത് പിരിഞ്ഞതുപോലെ വന്നാലും ഇത് കുറുക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഈ ടേസ്റ്റ് നോക്കിയിട്ട് മധുരമൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ കുറുക്കം ഒത്തിരി കുറുക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവിൻ പാൽ വേണമെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് കാഷ്നട്ടും മുന്തിരിയും തേങ്ങയും കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.